So the first question is, a unity feedback system has an open loop transfer function g of s is equal to k by 1 by 2s. Design a suitable lag compensator so that the phase margin is 40 degree and steady state error for ramp input is less than or equal to 0.2. Okay, this is our first question. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്, അതായത് എച്ച് ഓഫ് എസ് എന്ന് പറയുന്ന 1 ആണ്. ആൻഡ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ തന്നേക്കുന്നത്, ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് ഇൻറ്റു 1 പ്ലസ് 2s. ഓക്കെ, സോ സ്യൂട്ടബിൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 40 ആയിരിക്കണം. ആൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ റാമ്പ് ഇൻപുട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. അപ്പം നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഓക്കെ, സോ സൊല്യൂഷനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1. Step 1 is the calculation of K. Calculation of gain K. Okay. So ആദ്യത്തെ സ്റ്റെപ്പ് ഏത് കോമ്പൻസേറ്ററും ആയിക്കട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡെ പ്ലോട്ട് വെച്ചിട്ടാണെങ്കിൽ, ഫ്രീക്വൻസി അനാലിസിസ് വെച്ചിട്ടാണെങ്കിൽ, അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫേസ് മാർജിൻ, ഗെയിൻ മാർജിൻ, ബാൻഡ് വിത്ത്, റെസണൻറ്റ് ഫ്രീക്വൻസി, ഇതൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിലാണ് വേരി ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത് ബോഡെ പ്ലോട്ട് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ കെ. കെ ഏതാണ്, ഈ ജി ഓഫ് എസിനകത്തുള്ള കെയിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്നതിനകത്ത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണും. ഓക്കെ, സോ സ്റ്റഡി സ്റ്റേറ്റ് എറർ നമുക്ക് ഈ കെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനമാണ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് ഗിവൺ എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 എന്നാണ് തന്നിരിക്കുന്നത് ഫോർ റാമ്പ് ഇൻപുട്ട്. ഓക്കെ, സോ നമുക്ക് ചൂസ് ചെയ്യാം മാക്സിമം വാല്യൂ ഫോർ ESS. ലെറ്റ് ESS ഇസ് ഈക്വൽ ടു 0.2. Okay, let ESS is equal to 0.2 and for ramp input ESS is equal to 1 by kV. Okay, so നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന് ഫസ്റ്റ് ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് പഠിച്ചിരിക്കുന്നതാണ്. ഫോർ റാമ്പ് ഇൻപുട്ട് ESS is equal to 1 by kV, where kV is the velocity error constant. kV is the velocity error constant. Okay, for parabolic input ESS is equal to 1 by KA. KA എന്ന് പറയുന്ന ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഇറ്റ് ഈസ് 1 by KP, വെയർ KP is a പൊസിഷൻ എറർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ KP, യൂണിറ്റ് എന്താണ് റാമ്പ് ആണെങ്കിൽ KV, വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്. ആൻഡ് യൂണിറ്റ് പാരാബോളിക് ആണെങ്കിൽ അത് acceleration error constant. Okay, so by definition അല്ലെങ്കിൽ ഇവിടെ നിന്ന് KV is equal to 1 by ESS എന്ന് കിട്ടും. ആൻഡ് ESS എന്ന് പറഞ്ഞാൽ 1 by 0.2 ആണ്, which is equal to 5 എന്ന് കിട്ടും. സോ മാക്സിമം വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്, കാരണം മാക്സിമം വാല്യൂ ഓഫ് ESS എന്ന് പറയുന്നത് 0.2 ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തു. സോ KV is equal to 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബൈ ഡെഫിനിഷൻ ഓഫ് KV is defined as limit s tends to 0 s g of s h of s. Okay, so KV എന്താണ്, limit s tends to 0 s g of s h of s ആണ്. Okay,
So that is equal to limit s tends to 0 s into g of s എന്ന് പറഞ്ഞാൽ എന്താണ് k by s into 1 plus 2s into h of s എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, which is equal to എസും എസും ക്യാൻസലായി ലിമിറ്റ് 0 കൊടുക്കുമ്പം k by 1 into 1, that is kv is equal to k, and kv എന്ന് പറയുന്നത് 5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. therefore k is equal to 5. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗെയിനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. therefore g of s is equal to 5 by s into 1 plus 2s. ഓക്കെ, സോ എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കെ ബൈ എസ് ഇൻറ്റു 1 പ്ലസ് 2s എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഈ കെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ. അതിന് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ റാമ്പ് ഇൻപുട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 എന്ന്. സോ നമ്മൾ ഇ എസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 എന്നെടുത്തു. ഇ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് പഠിച്ചതാണ്. It is equal to 1 by kV for ramp input, hence kV is equal to 5, and kV യുടെ definition വെച്ചിട്ട് kV is equal to limit s tends to 0 s g of s h of s. So that is equal to limit s tends to 0 s into k by s into 1 plus 2s into 1. So s ഉം ക്യാൻസൽ ആയി പോയി. എസിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ k by 1 എന്ന് കിട്ടും. therefore kv is equal to k, that is equal to 5. so g of s is equal to 5 by 1 plus 2s. so first step കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആണ് step 2 is the Bode plot for the uncompensated system. ഓക്കെ, സോ ബോഡെ പ്ലോട്ട് നമ്മൾ ഓൾറെഡി ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് പഠിച്ചതാണ്. അപ്പം നിങ്ങളത് ഓർക്കുന്നില്ല എങ്കിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ബോഡെ പ്ലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ഡ്രോ ബോഡെ പ്ലോട്ട് ആൻഡ് സ്റ്റെബിലിറ്റി അനാലിസിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് റെഫർ ചെയ്താൽ മതി. സോ ബോഡെ പ്ലോട്ട് ഫോർ ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം വരയ്ക്കുക, അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെന്താ ചെയ്യേണ്ടത്? ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 5 by s ഇൻറ്റു 1 plus 2s എന്ന് എഴുതുക. s is equal to j omega എന്ന് കൊടുക്കുക. therefore g of j omega is equal to 5 by j omega into 1 plus 2 j omega എന്ന് കിട്ടും. എസിന് എല്ലാം j omega കൊടുത്തു. അത് കഴിഞ്ഞ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് കൊടുക്കുക. സോ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ c1 എന്ന് എടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 1 plus 2s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കോർണർ ഫ്രീക്വൻസി. സോ 1/2 which is equal to 0.5 radians per second എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ഫോം ചെയ്യുക. വേർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ടേം ആയിരിക്കും. സെക്കൻഡ് കോളം കോർണർ ഫ്രീക്വൻസി, ദെൻ സ്ലോപ്പ്, ദെൻ ചേഞ്ച് ഇൻ സ്ലോപ്പ്. സോ കോർണർ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം നമ്മൾ ടേംസ് എഴുതാൻ. ഇവിടെ 2 ടേംസേ ഉള്ളൂ, 5 by j ഒമേഗയും 1 by 1 plus 2 j ഒമേഗയും. 3 എണ്ണം വരുവാണെങ്കിൽ ഏത് കോർണർ ഫ്രീക്വൻസി ആണോ വലുത്, ഇപ്പോൾ 1 plus 6 j ഒമേഗ എന്നാണെങ്കിൽ 1/6 ചെയ്യുക. ഏതാണോ ചെറുത് ആദ്യം അത് എഴുതുക, അത് കഴിഞ്ഞിട്ട് വലുത് എഴുതുക. ഓക്കെ, ഒമേഗ സിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം കോർണർ ഫ്രീക്വൻസി ചെയ്യാൻ. സോ 1/1 plus 2 j ഒമേഗ. ഒമേഗ c1 എന്ന് പറയുന്നത് 1/2 which is equal to 0.5. ഇനി 5 by j ഒമേഗയാണ്. 5 by j ഒമേഗ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിലാണ് j ഒമേഗ വന്നിരിക്കുന്നത്. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് -20 ആണ്. ഇനി ഇവിടെയും ഡിനോമിനേറ്ററിലാണ് ഫസ്റ്റ് ഓർഡർ ടേം വന്നിരിക്കുന്നത്. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ആണ്. ഇതെല്ലാം ന്യൂമറേറ്ററിലായിരുന്നെങ്കിൽ +20 ആയിരുന്നതിന് സ്ലോപ്പ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ സ്ലോപ്പ് ഫസ്റ്റ് ടേമിന് ചേഞ്ച് ഇൻ സ്ലോപ്പില്ല. സെക്കൻഡ് ടേം വരുമ്പം -20 -20 which is equal to -40 ആയിരിക്കും ചേഞ്ച് ഇൻ സ്ലോപ്പ്. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചൂസ് ഒമേഗ എൽ. Choose a lower frequency omega L
and higher frequency omega h. Okay, omega L should be less than omega C1 and omega H should be less than omega C1. ഇനി രണ്ട് omega C ഉണ്ടെങ്കിൽ omega C2 ഉണ്ടെങ്കിൽ omega H should be greater than omega C2. Okay, so let it be. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് omega L is equal to 0.1 radian per second and omega H is equal to 10 radian per second. Okay. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് A is equal to mod magnitude of g of j omega in dB, then at omega is equal to omega L, A is equal to 20 log ഫസ്റ്റ് ടേം. ആദ്യത്തെ രണ്ടെണ്ണത്തിന് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ടേം ആണ് എടുക്കുന്നത്. സോ 20 log ഫസ്റ്റ് ടേം 5/j ഒമേഗ. മോഡ് ഓഫ് 5/j ഒമേഗ എന്ന് പറയുമ്പോൾ ജെ പോകും, 5/ഒമേഗ മാത്രമേ കാണത്തുള്ളൂ. ഒമേഗയ്ക്ക് ഒമേഗ എൽ, അതായത് 0.1 ആണ് നമ്മൾ പറഞ്ഞത്, 0.1 ഇട്ട് കൊടുക്കുക. ദെയർഫോർ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 34 dB. ഇനി നെക്സ്റ്റ്, അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ C1, A ഈസ് ഈക്വൽ ടു 20 log 5/j ഒമേഗ. മോഡ് ഓഫ് 5/j ഒമേഗ, മോഡ് മാറ്റുമ്പോൾ ജെ പോകും, 5/ഒമേഗ എന്ന് കിട്ടത്തുള്ളൂ. ഒമേഗയ്ക്ക് ഒമേഗ C1 ഇട്ട് കൊടുക്കുക. സോ 5/0.5 എന്ന് കിട്ടും ആൻഡ് യു വിൽ ഗെറ്റ് 20 dB. അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ H. ഓക്കെ, സോ ആദ്യത്തെ രണ്ട് ടേമിനെ നമ്മൾ ഇത് രണ്ടും എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതിനെല്ലാം ഈ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു ഒമേഗ H ഇൻറ്റു log ഒമേഗ H ബൈ ഒമേഗ C1 പ്ലസ് A at ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ C1. തൊട്ട് മുമ്പിലത്തെ എത്രയാണോ dB അതാണ് പ്ലസ് ചെയ്യേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ സ്ലോപ്പാണ്. സോ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ -40 ആണ് കിട്ടിയത്. സോ -40 ഇൻറ്റു log 10/0.5 പ്ലസ് 20 dB. So you will get -32 dB. സോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്തത് ഫേസ് പ്ലോട്ട്. ഫേസ് പ്ലോട്ടിന് phi is equal to angle of g of j omega, which is equal to -90 minus tan inverse 2 omega. Okay, -90 എന്ന് പറയുന്നത് 5/j ഒമേഗയുടെയും മൈനസ് tan inverse 2 ഒമേഗ എന്ന് പറയുന്നത് 1/1 + 2j ഒമേഗയുടെയുമാണ് tan inverse 2 ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാകും. ദെൻ ഒമേഗ ഈസ് ഈക്വൽ ടു റേഡിയൻസ് പെർ സെക്കൻഡും 5 ഡിഗ്രിയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോ വാല്യൂസിനും നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് വാല്യൂസ് കിട്ടും. ഓക്കെ, വൺസ് ഈ വാല്യൂസ് എല്ലാം എഴുതി കഴിയുവാണെങ്കിൽ നമുക്ക് ബോഡെ പ്ലോട്ടിനകത്ത് പ്ലോട്ട് ചെയ്യാം. ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഹിയർ ഇൻ dB. So first value -34, second value 20 dB and third value is -32 dB. So അത് വെച്ചിട്ട് ഞാൻ പ്ലോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫേസ് പ്ലോട്ടിന് ഇവിടെ ഫേസ് ആംഗിൾസ് എഴുതി. ഓക്കെ, 180 to 100 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് 10 ഡിഗ്രി. സോ 1 unit is 10 dB for magnitude and 1 unit is 10 degree for phase. Okay, എന്നിട്ട് ഞാൻ പ്ലോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയും ഉണ്ട്, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയും ഉണ്ട്. ഗെയിന് 0 dBനെ ക്രോസ് ചെയ്യുന്നതാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആൻഡ് ഫേസ് -180 ഡിഗ്രീനെ ക്രോസ് ചെയ്യുന്നതാണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇവിടെ ഫേസ് -180 ഇവിടെ ലാസ്റ്റത്തെ ലൈനാണ്, ക്രോസ് ചെയ്യുന്നില്ല. സോ നമ്മൾ എടുത്ത ഫ്രീക്വൻസി വെച്ചിട്ട് അത് ക്രോസ് ചെയ്യുന്നില്ല. സോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി നമുക്ക് കിട്ടത്തില്ല. ആൻഡ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ 0 dB ഉണ്ട്, ഇതിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നതാണ്, അതെന്ന് പറയുന്നത് 1.6 ആണ്. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ്
ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് -162 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും വരയ്ക്കുന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോയിങ് ദ ബോഡെ പ്ലോട്ട് ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഓക്കെ, നൗ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ phase margin. Determination of phase margin of uncompensated system. Okay, ഇതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നും എനിക്ക് കിട്ടുന്നത് ഫേസ് 5GC എന്ന് പറയുന്ന 162 ഡിഗ്രിയാണ്. ഇതാണ് എൻ്റെ 5GC എന്ന് പറയുന്നത്. 5GC എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ 162 ഡിഗ്രിയാണ്, -162 ഡിഗ്രിയാണ്. 5GC is equal to -162 degree from Bode plot. Therefore, phase margin gamma is equal to 180 degree plus 5GC, which is equal to 180 degree plus -162, which is equal to 18 degree. ഓക്കെ, സോ നമ്മളിപ്പം വരച്ച അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഈ 18 ഡിഗ്രിയാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സിസ്റ്റം റിക്വയർസ് എന്താണ് എ ഫേസ് മാർജിൻ ഓഫ് 40 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് വേണ്ടത് 40 ഡിഗ്രിയാണ്, ഉള്ളത് 18 ഡിഗ്രിയാണ്. സോ ഇതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോ യൂസിങ് ലാഗ് കോമ്പൻസേറ്റർ we can improve the phase margin. Okay, so using lag compensator we can improve the phase margin. Now step 4. Step 4 എന്ന് പറഞ്ഞാൽ choose a suitable phase margin. Choose a suitable phase margin, that is, let the new phase margin be denoted as gamma n. Okay, new phase margin എന്ന് പറയുന്നത് gamma n ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് gamma n is equal to, ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് 40 ഡിഗ്രി ഗെയിൻ മാർജിൻ വേണമെന്നാണ്. അതാണ് എൻ്റെ ഡിസയേർഡ് ഗെയിൻ മാർജിൻ. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡിസയേർഡ് ഗെയിൻ ഫേസ് മാർജിൻ. ഓക്കെ, ഫേസ് മാർജിൻ ഡിസയർ ചെയ്തിരിക്കുന്ന എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പം കൃത്യം 40 ഡിഗ്രിക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗാമ ഡി പ്ലസ് 5 ഡിഗ്രി. ഓക്കെ, ഈ 5 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളൊരു എന്താണ് ഒരു മാർജിൻ ഒരു പ്ലസ് ഓ മൈനസ് എന്നുള്ള രീതിയിൽ ഇട്ടേക്കുവാണ്. സോ 40 + 5, ദാറ്റ് ഈസ് 45 ഡിഗ്രിക്കാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
സോ കൃത്യം 40 ഡിഗ്രിക്കല്ല, നമ്മൾ ഒരു ഇച്ചിരിയും കൂടെ കൂട്ടിയുള്ള വാല്യൂവിനാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ആ ഒരു 5 ഡിഗ്രി നമ്മൾ എപ്പോഴും കൂട്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ 5 ഡിഗ്രി അതാണ് എൻ്റെ സ്യൂട്ടബിൾ ഫേസ് മാർജിനായിട്ട് ഞാൻ എഴുതുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ന്യൂ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഡിറ്റർമൈൻ ദ ന്യൂ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? സോ ഇതാണ് എൻ്റെ ബോഡെ പ്ലോട്ട്. ഓക്കെ, അപ്പം ബോഡെ പ്ലോട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്, ന്യൂ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന്. ഓക്കെ, സോ 45 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, 45 ഡിഗ്രി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗാമ n ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 180 പ്ലസ് 5GCN ഇംപ്ലൈസ്, ഈ ഗാമ n എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് 5GCN. സോ 5GCN ഈസ് ഈക്വൽ ടു 180 മൈനസ് 45 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? സോറി, മൈനസ് 180 പ്ലസ് 45, that is minus 135 ഡിഗ്രി. ഓക്കെ, സോ 5GCN എന്ന് പറയുന്നത് ന്യൂ 5GCN ന്യൂ ഫേസ് കറസ്പോണ്ടിങ് ടു ഗെയിൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് മൈനസ് 135 ഡിഗ്രിയാണ്. സോ ഇതെടുക്കുക, എന്നിട്ട് മൈനസ് 135 കണ്ടുപിടിക്കുക. ഓക്കെ, മൈനസ് 135. So here it is minus 130 and here it is minus 140. So 2 ആണ് per division. So 132, 134 and 135. Okay. So ഇതാണ് 135 എന്ന് പറയുന്നത്. So ഇതിന് കറസ്പോണ്ടിങ് ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, സോ ഞാൻ വരച്ചു. ഇത് വന്ന് പൊട്ടുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പം അതെൻ്റെ ഒമേഗ സി ആയ 0.5 ആണ് കിട്ടുന്നത്. ദിസ് വൺ. ഓക്കെ, സോ ഒമേഗ GCN എന്ന് പറയുന്നത് എന്താണ്? 0.5 ആണ്. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് DBയും കണ്ടുപിടിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് DB എന്ന് പറയുന്നത് 20 dB ആണ്. സോ ഈ പോയിന്റിലാണ് അത് വന്ന് മുട്ടുന്നത്. അതുപോലെ ഈ പോയിന്റിൽ ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദിസ് വൺ. ഓക്കെ, സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമുക്കിനി എഴുതണം. ദാറ്റ് ഈസ് ഫ്രം ദ ബോഡെ പ്ലോട്ട് from the Bode plot എന്താണ്? ഫ്രീക്വൻസി corresponding to phase of minus 135 degree is 0.5 radians per second. Okay, hence new omega GC which is equal to omega GCN gain crossover frequency is equal to 0.5 radians per second. Okay, ini gain corresponding to
omega GCN is equal to 20 dB. ഓക്കെ, ഇത് ഇവിടെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോഡെ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, സോ നൗ ദ സ്റ്റെപ്പ് 6 ഇസ് എന്താണ്? ഡിറ്റർമൈൻ ദ പാരാമീറ്റർ ബീറ്റ. ബീറ്റ കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഗെയിൻ കറസ്പോണ്ടിങ് ടു ഒമേഗ GCN 20 dB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എ അറ്റ് ഒമേഗ GCN ഇസ് ഈക്വൽ ടു 20 dB. ഓക്കെ, ഇനി ബീറ്റയുടെ ഇക്വേഷനാണ് എന്ത്? AGCN ഇസ് ഈക്വൽ ടു 20 log ബീറ്റ, അല്ലെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു 10 raised to AGCN by 20. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ ടു ഫൈൻഡ് ബീറ്റ. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു 10 raised to AGCN by 20. സോ ഇതാണ് AGCN എന്ന് പറയുന്നത്. AGCN ഈസ് മോഡ് ഓഫ് എ അറ്റ് ഒമേഗ GCN, ദാറ്റ് ഈസ് 20 dB. നമ്മൾ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പം ബീറ്റ ഈസ് ഈക്വൽ ടു 10 raised to 20 by 20 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, സോ ബീറ്റ കണ്ടുപിടിച്ചു. ആൻഡ് സ്റ്റെപ്പ് 7 ഈസ് ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ ഫങ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, ട്രാൻസ്ഫർ ഫങ്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതിന് നമുക്ക് സീറോ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ വേണം ആൻഡ് പോൾ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ വേണം. ഓക്കെ, സോ സീറോ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ZC ഈസ് ഈക്വൽ ടു 1/T വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ GCN by 10. ഓക്കെ, സോ ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, ഒമേഗ GCN by 10. 1/T is equal to omega GCN by 10. Okay, therefore T is equal to, ഇവിടെ omega GCN എന്ന് പറയുന്നത് 0.5 ആണ്. 10 by 0.5 which is equal to 20. Okay, so ഇങ്ങനെയാണ് T കണ്ടുപിടിക്കുന്നത്. And from T we can find ZC. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോൾ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. പോൾ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ PC is equal to 1/βT ആണ്. ബീറ്റ കണ്ടുപിടിച്ചു 10 into 20, that is 1/200. So ഇതാണ് പോൾ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. Now transfer function is എന്താണ്? S plus 1/T divided by S plus 1/βT. Okay, വൺ ബൈ ബീറ്റ ടി എന്ന് പറഞ്ഞാൽ 1/200, 1/T എന്ന് പറഞ്ഞാൽ 1/20. That is S plus 1/20 divided by S plus 1/200 which is equal to, common എടുക്കുമ്പം 1 plus 20S divided by 1 plus 200S into 10. Okay, ഈ ഒരു ഫോമിൽ കിട്ടും. സോ ഇതാണ് എൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ ഓഫ് ദ ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, വൺസ് യു ഹാവ് ഫൗണ്ട് ദിസ് ലാഗ് കോമ്പൻസേറ്റർ, സ്റ്റെപ്പ് 8 is determine the open loop transfer function.
determine open loop transfer function OLTF. Okay, open loop transfer function. So എൻ്റെ ക്ലോസ് ലൂപ്പ് എങ്ങനെ വരും? I have 1/10 into 10 into 1 plus 20s divided by 1 plus 200s. ഓക്കെ, ഈ 10നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/10 എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ബീറ്റയിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഐ ഹാവ് 5/s into 1 plus 2s system. Okay, this is the closed loop transfer function, closed loop system. Okay, ഇതാണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G0(s) എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് 1/10 ഇൻറ്റു 10 into 1 plus 20s divided by 1 plus 200s into 5/s into 1 plus 2s. Okay, that is equal to 5 into 1 plus 20s by s into 1 plus 2s into 1 plus 200s. Okay, so ഇതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ആക്ച്വൽ ഫേസ് മാർജിൻ കാണണം. ഇതാണ് സ്റ്റെപ്പ് 9. സ്റ്റെപ്പ് 9 is determine the actual phase margin. Okay, of compensated system. So for determining the actual phase margin of the compensated system, നമ്മൾ compensated system ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ആക്ച്വൽ ഫേസ് മാർജിൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ G(s) എന്തായിരുന്നു? G(s) is equal to 5 into G0(s), 5 into 1 plus 20s divided by s into 1 plus 200s into 1 plus 2s. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ കോമ്പൻസേറ്റഡ് സിസ്റ്റം. അപ്പം പുട്ട് s is equal to j omega. Put s is equal to j omega. Therefore G0 of j omega is equal to 5 into 1 plus 20 j omega divided by j omega into 1 plus 200 j omega into 1 plus 2 j omega. ഓക്കെ, എസിനെല്ലാം j omega കൊടുത്തു. ഇനി ആംഗിൾ ഓഫ് ദ കോമ്പൻസേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം 5GC0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ ഫേസ് ആംഗിൾ ഓഫ് G0 ഓഫ് j omega. ഇനി അതെന്താണ്? ഡിനോമിനേറ്ററിൽ 5/j omegയുടേത് -90, 1 plus 200 omegയുടേത് minus tan inverse 200 omega. ഇനി minus tan inverse 2 omega and plus tan inverse 20 omega. Okay, so ഇതാണ് ഫേസ് ആംഗിൾ ഓഫ് G0 ഓഫ് j omega. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ പുട്ട് ഒമേഗ ഈസ് ഈക്വൽ ടു omega GCN which is equal to 0.5 radian per second. Okay, so ഇത് ഈ ഒമേഗയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് 5GC0 കിട്ടും which is equal to -140. ഇവിടെ 0.5 200 into 0.5 2 into 0.5 20 into 0.5 ചെയ്ത് കഴിയുമ്പം ഇക്വേഷൻ സോൾവ് ആകുമ്പം 5GC0 is equal to -140 എന്ന് കിട്ടും. Therefore gamma, that is
the desired അല്ലെങ്കിൽ the actual phase margin of the compensated system എന്ന് പറയുന്നത് 180 plus 5 GC0 ആണ്, which is equal to 180 minus 140 which is equal to 40 degree. Okay, so phase margin നമുക്ക് ഇവിടെ കിട്ടുന്നത് 40 degree ആണ്. നമ്മൾ നേരത്തെ ചെയ്തപ്പം 18 degree ആയിരുന്നു. സോ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 40 degree ആണ്. Therefore we can conclude എന്താണ് ആക്ച്വൽ ഫേസ് മാർജിൻ of compensated system satisfies the requirement. Okay, so നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്തു? ഫസ്റ്റ് നമ്മൾ കെ കണ്ടുപിടിച്ചു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് കെ കണ്ടുപിടിച്ചു യൂസിങ് ESS. ഓക്കെ, കെ കണ്ടുപിടിച്ചു. കെ എങ്ങനെയാണ് കെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ബോഡെ പ്ലോട്ട് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം കണ്ടുപിടിച്ചു. ഓക്കെ, ബോഡെ പ്ലോട്ട് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം വെച്ചു ഫേസ് പ്ലോട്ടും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും വരച്ചു. ഓക്കെ, വരച്ചിട്ട് 0 dBനെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. 0 dBനെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് WGC. ഓക്കെ, WGC എന്ന് പറയുന്ന 1.6 ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അത് വന്ന് ഫേസ് പ്ലോട്ടിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് എത്രയാണെന്ന് ഞാനിവിടെ നോക്കി. ദാറ്റ് ഈസ് 162 degree. അതിനെ ഞാൻ 5 GC എന്ന് കൊടുത്തു. ആൻഡ് ഫേസ് മാർജിൻ ഈസ് ഈക്വൽ ടു 180 പ്ലസ് 5 GC. ഓക്കെ, സോ 180 പ്ലസ് മൈനസ് 162 ചെയ്തു. ആൻഡ് എനിക്ക് കിട്ടിയത് 18 degree എന്നുള്ള ഫേസ് മാർജിനാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫേസ് മാർജിൻ 40 degree ആയിരുന്നു. സോ നമ്മൾ അതിനൊരു കോമ്പൻസേഷനായി 5 degree കൂടെ ആഡ് ചെയ്ത് ഡിസൈഡ് അല്ലെങ്കിൽ ന്യൂ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 45 degree ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 GCN കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് മൈനസ് 135 degree. ഓക്കെ, ഇവിടെ മൈനസ് 135 degree എടുത്തു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ദിസ് ഇസ് മൈനസ് 135. ഓക്കെ, മൈനസ് 135 എടുത്തു. മൈനസ് 135ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസിൻ്റെ ഒമേഗ സി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനെ ഞാൻ ഒമേഗ GCN എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 0.5 റേഡിയൻസ് പെർ സെക്കൻഡ്. അത് മേളിലേക്ക് വരച്ച് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ വന്ന് കട്ട് ചെയ്യുന്ന പോയിൻ്റ് എടുത്തു. ദാറ്റ് ഈസ് 20 dB. അത് കഴിഞ്ഞ് ബീറ്റ കണ്ടുപിടിച്ചു. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ 10 raised to AGCN. AGCN എന്ന് പറയുന്നതാണ് ഈ 20 dB. AGCN by 20 എന്ന് പറഞ്ഞു. 20/20 which is equal to 10 എന്നെടുത്തു. അത് കഴിഞ്ഞ് എന്താണ് 0 of lag compensator 1/T ആണെന്ന് പറഞ്ഞു, which is omega GCN by 10. അപ്പം 0 എന്താണെന്ന് കണ്ടുപിടിച്ചു, 20. ഓക്കെ, അതുപോലെ പോൾ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ 1/βT ആണ്. ബീറ്റ 10 എന്ന് കിട്ടി, ടി എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. ദെയർഫോർ പോൾ എന്ന് പറയുന്നത് 1/200. ദെയർഫോർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് S+1/T/S+1/βT ആണെന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഒരു ബീറ്റ വരും, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ലൂപ്പിൽ ഒരു 1/βയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ OLTF കണ്ടുപിടിച്ചു. ഇത് ഇൻറ്റു ഇത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കോമ്പൻസേറ്റഡ് സിസ്റ്റം കിട്ടി. ആ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എഴുതുന്നത്. അവിടെ S=jω കൊടുത്തു. jω കൊടുത്തിട്ട് നമ്മൾ ഫേസ് ആംഗിൾ 5 GCO കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് -140.
ഗാമ എ ഈസ് ഈക്വൽ ടു 40 എന്ന് കണ്ടുപിടിച്ചു. Therefore, actual phase margin of the compensated system satisfies the requirement എന്ന് കൺക്ലൂഡ് ചെയ്തു. with the compensator transfer function as this എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ആൻഡ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആസ് ദിസ്. ഓക്കെ, ഇങ്ങനെയാണ് ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത്.